എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഓരോ പ്രേക്ഷകർക്കും അവരുടെ വിശേഷം പോലെയാണ് കേട്ടിരിക്കുമ്പോൾ തോന്നുന്നത്. വീട്ടിലുള്ള എല്ലാവർക്കും സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലും ഉണ്ട്. ഇവരെല്ലാം വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. ദിയയ്ക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം ഓമിക്കുട്ടൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുടുംബമായാണ് കൃഷ്ണകുമാർ ഫാമിലി അറിയപ്പെടുന്നത്. ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ പലരെയും അമ്പരിപ്പിക്കുന്നതാണ്. താരകുടുംബത്തിലെ മിക്ക വ്ലോഗുകളും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ്. നല്ല വരുമാനമാണ് ഈ താരകുടുംബത്തിലെ എല്ലാവർക്കും വീഡിയോ ഇടുന്നതിലൂടെ ലഭിക്കുന്നത്. ഈ താരകുടുംബത്തിൻ്റെ മൊത്തം വരുമാനം എത്രയെന്ന ചർച്ചയിലാണ് ഇപ്പോൾ ആരാധകർ. അഹാന കൃഷ്ണ, ദിയ കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ഹൻസിക കൃഷ്ണ, സിന്ധു കൃഷ്ണ എന്നീ 5 പേരും യൂട്യൂബിലെ താരങ്ങളാണ്. അഹാനയും ഇഷാനിയും ഹൻസികയുമെല്ലാം പല ബ്രാൻഡുകളുമായും കൊളാബറേഷൻ ചെയ്യാറുമുണ്ട്. മലയാളി ഇൻഫ്ലുവൻസർമാരുടെ പ്രതിഫലം എത്രയാണെന്നായിരുന്നു ചോദ്യം. മറുപടിയായി വന്ന കമന്റുകളിൽ അഹാന, ദിയ, ഇഷാനി എന്നിവരെ പരാമർശിക്കുന്നുമുണ്ട്. ദിയ കൃഷ്ണ ഒരു പോസ്റ്റിന് 40,000-വും സ്റ്റോറിക്ക് 20,000-വും റീലിന് 1,00,000-വുമാണ് വാങ്ങിയിരുന്നത്. ഇത് 2020-ൽ ഞങ്ങളൊരു ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി സമീപിച്ചപ്പോഴായിരുന്നു. ഇപ്പോൾ പ്രമോഷനുകൾക്ക് കൃഷ്ണകുമാർ ഫാമിലി 5 ലക്ഷമാണ് വാങ്ങുന്നതെന്ന് കേട്ടു. ഒരാളുടെ കമന്റ് ഇങ്ങനെ: അഹാന കൃഷ്ണ 10 ലക്ഷമാണ് പ്രമോഷൻ റീലുകൾക്ക് വാങ്ങുന്നതെന്നും വാദമുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിലെ വാദങ്ങൾക്കപ്പുറം ഇതേക്കുറിച്ച് അഹാനയോ സഹോദരിമാരോ തുറന്നു സംസാരിച്ചിട്ടില്ല. എന്നാൽ വലിയ തുക ഇവർക്ക് യൂട്യൂബിൽ നിന്നും കൊളാബറേഷനുകളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. കൂട്ടത്തിൽ ദിയ കൃഷ്ണയാണോ ഏറ്റവും ധനിക എന്ന ചോദ്യം ആരാധകർക്കുണ്ട്. കാരണം ദിയയ്ക്ക് സോഷ്യൽ മീഡിയ വരുമാനത്തിന് പുറമെ ബിസിനസ്സുമുണ്ട്. OBY എന്ന സ്ഥാപനമാണ് ദിയ നടത്തുന്നത്. ഈ അടുത്ത് ഇവിടെ ജീവനക്കാരികൾ നടത്തിയത് 69 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ തന്നെ ദിയയുടെ ബിസിനസിന്റെ വ്യാപ്തി ഊഹിക്കാവുന്നതാണ്. സാധാരണക്കാരായ പലരുടെയും വാർഷിക വരുമാനം ഇവർക്ക് മിനിറ്റുകൾ മാത്രമുള്ള റീലുകളുടെയും മറ്റും ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്നത്തെ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കാലഘട്ടം കൃഷ്ണകുമാർ കുടുംബത്തിനുണ്ട്. ഒരിക്കൽ അഹാന കൃഷ്ണ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയുണ്ടായി. അച്ഛൻ്റെ കരിയറിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. ഉയർച്ചയേക്കാൾ കൂടുതൽ താഴ്ചയായിരുന്നു. എല്ലാം ഓപ്പണായി ചർച്ച ചെയ്യുന്നതിനാൽ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ അച്ഛന് വർക്കില്ലാതായിട്ടുണ്ട്. ഓരോ മാസവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാലോചിച്ച സമയമുണ്ട്. ഞാൻ സ്റ്റീവ് ലോപ്പസ് ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഈ മാസത്തെ ലോൺ അടയ്ക്കുക, ഫീസ് അടയ്ക്കുക എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഒരിക്കൽ അഹാന കൃഷ്ണ പറഞ്ഞത്. സിനിമ കരിയറായി തെരഞ്ഞെടുത്ത അഹാന പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ശ്രദ്ധ നൽകുകയായിരുന്നു. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയാണ് അഹാന അഭിനയ രംഗത്ത് വന്നത്. ഇന്നും നടിയായി അറിയപ്പെടാനും മികച്ച റോളുകൾ ചെയ്യാനും അഹാന ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അഹാനയ്ക്ക് സിനിമാ താരത്തിനേക്കാൾ വലിയ പ്രശസ്തി സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.